ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ തസ്ലീമ. ഇന്ന് വന്നിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞേട്ടാ. നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്ന മാവെല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അപ്പം അതിൽ എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ളത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ കേക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കല്ല, ഇത് ബണ്ണ്, കോക്കനട്ട് അതിനകത്ത് വരുന്ന ബണ്ണാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് മാവൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് നേരം മാവ് ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ. അപ്പോൾ മാവെല്ലാം സെറ്റായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അത് വെച്ചിട്ട് പിന്നെ എടുത്ത് ശർക്കര ഒഴിച്ചു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് ഉമ്മാട് തന്നെ ചോദിക്കാം. നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ തന്നെ ഉമ്മാട് ചോദിക്കും ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന്. ഇതിനകത്ത് നമ്മൾ അരിയും ഏലക്ക, ജീരകം, 2 ഏലക്ക, ജീരകവും അരി വെള്ളത്തിട്ട് തന്നെ തോത്തി വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ ശർക്കര ഉരുക്കി അതും കൂടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി ചട്ടി എണ്ണയൊക്കെ എടുത്ത് വെച്ച് ചൂടാക്കാനായി ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോഴത്തേന് ഹസാൻ ഓടി വന്നിട്ട് ഹസാൻ കണ്ട അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേനും ഉമ്മ മാവൊക്കെ കോരി ഒഴിച്ച് എണ്ണയിൽ അങ്ങനെ നല്ല പൊള്ളാണ് അത് കിടന്ന്. എന്നിട്ടത് തിരിച്ചിട്ട് പിന്നെ നല്ല പൊള്ളി വരുന്നുണ്ട് കേട്ടോ. നല്ല പൊള്ളി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അവസാനം നാണ്ട ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ രസമാണ്. അപ്പോഴത്തേനും ഹസാൻ കോരി ഒഴിക്കണമെന്ന് പറഞ്ഞ് ഹസാൻ മാവ് കണ്ട് ഇളക്കി അടുത്ത ഹസാന ഒഴിക്കുന്നത്. മാവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കോരി ഒഴിച്ച് അത് കൊടുക്കാത്തതിന് കണ്ട് അവിടെ നിന്ന് ബഹളമൊക്കെ കാണിച്ചു. അപ്പോഴത്തേനും നമ്മൾ നേരത്തെ ചുട്ട് വെച്ച നെയ്യപ്പായിരുന്നു. അങ്ങനെ ഉമ്മ എല്ലാം അതിനെ കോരി ഒഴിച്ച് ഓരോന്ന് ചുടുകയാണ്. അതിൽ നമ്മൾ കുറേ നെയ്യപ്പം ചുട്ടെടുത്ത്. അപ്പം ഇതാണ് നമ്മൾ നെയ്യപ്പം നമ്മൾ കുറേ കോരി ഒഴിച്ച് ചുട്ടെടുത്താണ്. ഇത് കണ്ടപ്പോൾ തന്നെ നല്ല എനിക്ക് കഴിക്കാൻ തോന്നി. നല്ല മുരുമുരാന്നിരിക്കുന്ന കേട്ടോ, നല്ല അടിപൊളിയാണ്. അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്യപ്പവും പഴമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ നെയ്യപ്പം. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. നിങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ബിലോ. ഞാനിത് ഒരെണ്ണം എടുത്തു. ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ നല്ല കറുമുറ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അവിടെ നിന്നുകൊണ്ട് കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. നല്ല അടിപൊളി നെയ്യപ്പായിരുന്നു, നല്ല ടേസ്റ്റോടെ ഞാൻ ഒരുപാട് കഴിച്ചു. അപ്പോൾ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ. അപ്പം ഞാൻ ബാക്കി നെയ്യപ്പം കൂടെ കഴിക്കട്ടെ. ടാറ്റാ ബൈ.